ആത്മഹത്യയുടെ അടിസ്ഥാനം മുഴുവനും പഠിച്ചവൻ വിശ്വാസമില്ലാത്ത. പഠിച്ചവൻ എന്തൊരു വിശ്വാസം? മനസ്സാണ്. മനസ്സ് ഒരാൾക്ക് കൊടുക്കലാണ് വിശ്വാസം. അത് നിന്റെ കൂട്ടുകാരന് നീ കൊടുക്കുകയും അയാളിൽ നിന്റെ മനസ്സ് ശക്തമാവുകയും ചെയ്ത് അയാൾ ചതിക്കുമ്പോൾ നീ ആത്മഹത്യ ചെയ്യും. എന്തുകൊണ്ട്? പിന്നെ നിനക്ക് മനസ്സിന് അപ്പുറം കിട്ടൂല. ഭാര്യയെ നീ അതിരറ്റ് പ്രേമിച്ചാൽ ഒരു ദിവസം ആത്മഹത്യ ചെയ്യും. ഈ ലോകത്ത് എന്തിനാ നീ പ്രേമിച്ചാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നീ ആത്മഹത്യ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ടെൻഷൻ അടിക്കും. അള്ളാഹുവിനെ റസൂലിനെ പ്രേമിക്കുന്ന ഒരാൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? വിശ്വാസം നിന്റെ കൊതിയാണ്. നീ എന്തിനെ വിശ്വസിക്കുന്നു അവിടെ നീ കൊതിക്കുക. വസിഖത്തു, ഞാൻ ഉറപ്പിച്ചു, ബിറബ്ബിൻ, ഒരു റബ്ബിനെ കൊണ്ട്, ജാദ, ആ രക്ഷിതാവ് എനിക്ക് ധർമ്മം തന്നു, ബിൽ മുഅമ്മലി, കൊതിക്കപ്പെട്ട കാര്യം കൊണ്ട്. വസറഹ തുർഫി, എൻ്റെ കൺദൃഷ്ടിയെ അഴിച്ചിടുകയും ചെയ്തു, ഫി ജമാലിൽ മുസമ്മിലി, മുസമ്മിലായ പുണ്യ റസൂലിൻ്റെ അഴകിൽ. മുസമ്മിൽ പുണ്യ റസൂലിൻ്റെ പേരാണ്. യാ അയ്യുഹൽ മുസമ്മിൽ, മുസമ്മിൽ പുണ്യ റസൂലിൻ്റെ പേരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂലിന് ഒരുപാട് പേരുണ്ട്. അതിൽപ്പെട്ട പേരാണ് യാ അയ്യുഹൽ മുസമ്മിൽ റസൂലുള്ളാഹിയുടെ പേര്. പുതപ്പെട്ട നേരത്ത്, കിടക്കുന്ന നേരത്ത് സയ്യിദുനാ ജിബ്രീൽ വന്ന് വിളിച്ചതാണ് മുസമ്മിലെ, പുതപ്പെട്ട് കിടക്കുന്ന ആൾ എന്നർത്ഥം. വസറഹ തുർഫി, എൻ്റെ കൺദൃഷ്ടിയെ പടച്ചവൻ അഴിച്ചിട്ട് തന്നു, ഫി ജമാലിൽ മുസമ്മിലി, ആ മുസമ്മിലിൻ്റെ അഴക് കാണുന്ന വിഷയത്തിൽ. നമ്മൾ അഴകിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ കാഴ്ചയുടെ പ്രശ്നമാണ്, അഴകിൻ്റെ പ്രശ്നമല്ല. കാഴ്ചക്കാണ് പ്രശ്നം, അഴകിനല്ല. ഉറപ്പ്, കാഴ്ചക്കാ പ്രശ്നം. ഇപ്പോൾ ഒരാൾക്ക് പറ്റാതെ ഒഴിവാക്കി പോയ പെണ്ണിനെ വേറൊരാൾ വാശി പിടിച്ച് കെട്ടും. അപ്പോൾ അവിടെ പ്രശ്നം എന്താ? ദൃഷ്ടിയാണ് പ്രശ്നം, അഴകല്ല. ഒരാൾക്ക് അഴകായി തോന്നാത്തത് വേറൊരാൾക്ക് അഴകായി തോന്നും. അഴക് എന്നത് മനസ്സിനനുസരിച്ചാണ്. അഴകിൻ്റെ കേന്ദ്രം അടിസ്ഥാനപരമായി മനസ്സാണ്. കറുപ്പ് ഒരാൾക്ക് അഴകായി തോന്നും, ഒരാൾക്ക് വെളുപ്പ് അഴകായി തോന്നും. ഒരാൾക്ക് വെളുപ്പ് അഴകായേ തോന്നൂല. അത് ദൃഷ്ടിൻ്റെ അടിസ്ഥാനം. ദൃഷ്ടിയുടെ അടിസ്ഥാനം മനസ്സുമാണ്. അപ്പോൾ പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അഴകിൽ എൻ്റെ ദൃഷ്ടി അവൻ അഴിച്ചിട്ട് തന്നു. അത് മനസ്സിലാക്കാൻ നമ്മളെപ്പോഴത്തേക്ക് കഴിയുന്നില്ല. അപ്പോൾ കവിയുടെ മനസ്സിന് ആ ദൃഷ്ടിയെ പടച്ചവൻ അഴിച്ചിട്ടു. അതായത് ആ ഭാഗത്തെ കഴിച്ചിട്ട് വന്നു. അപ്പോൾ എനിക്ക് എന്ത് റസൂലുള്ളാഹിൻ്റെ അഴക് പറഞ്ഞിട്ട് തീരുന്നില്ല. അടിസ്ഥാനപരമായ മനസ്സാണ്. മനസ്സിൽ പുണ്യ റസൂൽ നിറഞ്ഞു പോയാൽ പിന്നെ അയാൾക്ക് പറഞ്ഞാൽ തീരൂല. ആ അഴക് പറഞ്ഞാൽ തീരൂല, പറഞ്ഞാലേ തീരൂല. അതെന്തോ അങ്ങനെ. ഒരു രാഷ്ട്രീയ നേതാവ് അനുയായിക്ക് അയാളെ കൽബ് കയറിക്കഴിഞ്ഞാൽ പിന്നെ ആ നേതാവിൻ്റെ മാത്രം പറഞ്ഞാലും ഇയാൾക്ക് തീരൂല. ആ അഴക് പറഞ്ഞാലും തീരൂല. അതിൻ്റെ അടിസ്ഥാനം മനസ്സാണ്. ദൃഷ്ടിയെ കൊണ്ട് കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ടത്. വളരെ ചിന്തിക്കണം, തല കൊടുത്ത് ചിന്തിക്കണം. എന്തായി പറഞ്ഞത് മനസ്സിലായില്ലേ? ചിന്തിക്കുക. ഞാൻ ഉറപ്പിച്ചു, ബിറബ്ബിൻ, എൻ്റെ റബ്ബിനെ കൊണ്ട്. ജാദലി, ആ റബ്ബി എനിക്ക് ധർമ്മം തന്നു, ബിൽ മുഅമ്മലി, കൊതിക്കപ്പെട്ട കാര്യം കൊണ്ട് ധർമ്മം തന്നു. എന്ത് കൊതിച്ചോ അതൊക്കെ എൻ്റെ റബ്ബ് എനിക്ക് നൽകി. വസറഹ തുർഫി, എൻ്റെ ദൃഷ്ടിയെ അഴിച്ചിടുകയും ചെയ്തു, ഫി ജമാലിൽ മുസമ്മിലി, അൽ മുസമ്മിലിൻ്റെ അഴകിൽ വ്യാപരിക്കുന്ന വിഷയത്തിൽ. എവിടെ നോക്കിയാലും കണ്ണിൽ റസൂലിനെ കാണുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ നോക്കിയാലും റസൂലിനെയാണ്. കവിയും റസൂലിനെയും തമ്മിൽ 1300 കൊല്ലത്തെ വ്യത്യാസമുണ്ട്. എന്നാലും
കവിക്ക് നബിയല്ലാതെ കാണാൻ കഴിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പിന്നെ അപ്പം അവിടെയൊക്കെ ഒരു അടിമ എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അതാണ്. ആ അടിമ വിജയിച്ചു. അടിമക്ക് പരാജയം ഉണ്ടാവില്ല. വഴിമുട്ടുന്നില്ല. എന്തുകൊണ്ട് ആത്മഹത്യ മനസ്സിൻ്റെ വഴിമുട്ടിപ്പോയി? എന്തുകൊണ്ട്? മനസ്സ് ചെറിയ കാര്യത്തിലാണ് വ്യാപരിച്ച്. ചെറുതാണ് മനസ്സ് അഴകായി കണ്ടത്. മനസ്സിലോണ്ട് പറഞ്ഞു, ചെറുതിനെ അഴകായി കണ്ടു. ഒരാൾ ദരിദ്രയായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. പിന്നെ അവൾക്ക് പഠിപ്പിച്ചു. ഈ അടുത്ത കേരളത്തിൽ നടന്ന പ്രമാദമായ ഒരു ചർച്ചയാണ് ഞാനീ പറയുന്നത്. ഒരു കുട്ടിയും ഉണ്ടായി. പിന്നെ അവൾ വലിയ ഉദ്യോഗസ്ഥയായി, വലിയ ജോലിയായി. അപ്പോൾ പിന്നെ അവൾ അവനെ ഒഴിവാക്കി. പിന്നെ കുട്ടി 5-8 വയസ്സായ കുട്ടിയെ 8-10 വയസ്സായ കുട്ടിയെ കിട്ടണമെന്ന് കേസ് കൊടുത്തു. കേസ് പെണ്ണിന് അനുകൂലമായി ജഡ്ജി വിധിച്ചു. ഈ കുട്ടിയെയും പെണ്ണിൻ്റെ ആളുകൾ കൊണ്ടുപോയി. അപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്തു. എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? എന്താണ് അയാൾ ആത്മഹത്യ കാരണം? പറയും, എന്താ ആത്മഹത്യ കാരണം? അതിനൊരറ്റുണ്ട്. അതിനപ്പുറത്തേക്ക് പോകുന്നു. അവിടെയൊന്നും അയാൾക്ക് നീതി കിട്ടുകയോ ഇല്ല. മനസ്സിലായില്ല. അപ്പോൾ ചെറുതിന് ദൃഷ്ടി, അവിടെ മനസ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിന് ചെറുത് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും മനസ്സിൽ ടെൻഷൻ ഉണ്ടാവും. നമ്മളൊക്കെ പ്രശ്നം ടെൻഷൻ്റെ അടിസ്ഥാനം മനസ്സ് ചെറിയ സ്ഥലത്ത് പോയാൽ അവസാനിക്കും. അതിനപ്പുറത്തേക്ക് പോകാൻ മനസ്സിന് കഴിയില്ല. നമ്മൾ ചെറുതേ നമ്മൾ മനസ്സിലുള്ളൂ. അപ്പോൾ അള്ളാഹു ആണ് ഒരു അബ്ദിൻ്റെ മനസ്സിലെങ്കിൽ ആത്മഹത്യയില്ല. എന്തുകൊണ്ട്? മനസ്സിന് പറക്കാൻ അവസാനം കിട്ടൂല. മനസ്സിലായില്ലേ? ഒരിക്കലും പറക്കാൻ അവസാനം കിട്ടൂല. അവസാനം കിട്ടിയാലല്ലേ ഇനി എന്ത് എന്ന ചോദ്യം ഉണ്ടാവുള്ളൂ. അവസാനം കിട്ടൂല. ആത്മഹത്യയുടെ അടിസ്ഥാനം മുഴുവനും പഠിച്ചവൻ വിശ്വാസമില്ലാത്ത. പഠിച്ചവന് എന്തൊരു വിശ്വാസം? മനസ്സാണ്. മനസ്സ് ഒരാൾക്ക് കൊടുക്കലാണ് വിശ്വാസം. അത് നിന്റെ കൂട്ടുകാരന് നീ കൊടുക്കുകയും അയാളിൽ നിന്റെ മനസ്സ് ശക്തമാവുകയും ചെയ്ത് അയാൾ ചതിക്കുമ്പോൾ നീ ആത്മഹത്യ ചെയ്യും. എന്തുകൊണ്ട്? പിന്നെ നിനക്ക് മനസ്സിന് അപ്പുറം കിട്ടൂല. ഭാര്യയെ നീ അതിരറ്റ് പ്രേമിച്ചാൽ ഒരു ദിവസം ആത്മഹത്യ ചെയ്യും. ഈ ലോകത്ത് എന്തിനാ നീ പ്രേമിച്ചാൽ ആത്മഹത്യ ചെയ്യേണ്ടി വരും. നീ ആത്മഹത്യ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ടെൻഷൻ അടിക്കും. അള്ളാഹുവിനെ റസൂലിനെ പ്രേമിക്കുന്ന ഒരാൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. എന്തുകൊണ്ട്? വിശ്വാസം നിന്റെ കൊതിയാണ്. നീ എന്തിനെ വിശ്വസിക്കുന്നു അവിടെ നീ കൊതിക്കുക. നീ വിശ്വസിച്ചത് അള്ളാഹുവിനെ ആവുമ്പോൾ നിന്റെ കൊതി അവിടെ അവസാനിക്കൂല. മനസ്സിലാവുണ്ട് പറഞ്ഞത്. ആഴ്ചയിൽ ഗൾഫിൽ നിന്ന് പണം മകൻ അയച്ചുകൊണ്ടേ ഇരിക്കുന്നത് ബാപ്പ അറിയുന്നുവെങ്കിൽ ആ ബാപ്പയെ സംബന്ധിച്ചിടത്തോളം ജീവിതം ദുഷ്കരമാവില്ല. അയാൾ പീടികയിലും കാലും കയറ്റി അങ്ങനെ സോറയും പറഞ്ഞിരിക്കും. എന്തുകൊണ്ട്? അതേ സമയത്ത് ഗൾഫിൽ പോയപ്പോൾ ഒരു മാസം കഴിഞ്ഞാലെങ്കിലും മകൻ പൈസ അയക്കും എന്ന് വിചാരിച്ച് ഒരു ബാപ്പ 1 മാസം 2 ദിവസം 4 ദിവസം 10 ദിവസം കഴിഞ്ഞിട്ട് മനസ്സിൽ അയച്ചില്ല, പൈസ അയച്ചില്ല. അയാൾക്ക് ടെൻഷൻ അടിക്കും, ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. എന്തുകൊണ്ട്? അയാൾ കൊതിച്ചതൊന്നും അയാൾക്ക് കിട്ടിയില്ല. അതേ സമയത്ത് റബ്ബിനെ കൊതിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നത് ബോധ്യപ്പെടും. ആ ദിവസം പൈസ മകൻ ഇങ്ങനെ ഗൾഫിൽ നിന്ന് അയക്കാം. അപ്പോൾ അയാൾക്ക് വാങ്ങാനേ നേരുള്ളൂ. പിന്നെ അയാൾക്ക് സന്തോഷമല്ല. എന്താ ഉള്ളത്? ഇതാണ് റബ്ബ്. റബ്ബിനെ ഒരാൾ വിശ്വസിക്കുമ്പോൾ റബ്ബ് നിനക്ക് തരുന്നതെല്ലാം നിനക്ക് ബോധ്യപ്പെടും. അപ്പോൾ അത് നിന്നെ വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിക്കും. പിന്നെ മരിക്കാൻ പ്രേരിപ്പിക്കും. ഒരു ദിവസം മരിക്കാൻ. എന്തുകൊണ്ട്? ഇതൊക്കെ എനിക്ക് തരുന്ന ഒരാളെ എനിക്കൊന്ന്
കാണണല്ലോ. നീ ഡിഗ്രി പഠിച്ചിരുന്ന കാലത്ത് നിന്നെ സഹായിച്ച ഒരു ധനാഢ്യനുണ്ടായിരുന്നു എന്ന് സങ്കല്പിക്കൂ. അയാളെ നീ അറിയും. അയാളെ നിന്നെ ഫീസ് അടക്കുന്നതും എല്ലാം, ഹോസ്റ്റൽ ഫീസ് അടക്കുന്നതും ആവശ്യമായ വസ്ത്രം വാങ്ങിച്ചതിനാണ് പൈസ അയക്കുന്നത്, എല്ലാം അയാളാണ്. നീ ഡിഗ്രി പഠിച്ചു, നീ ഉന്നതനായി. നീ ഡിഗ്രി പഠിച്ചു ഉന്നതനായ ഇനി നീ മനുഷ്യനാണെങ്കിൽ, ഒരു നീതിമാനാണെങ്കിൽ നിന്റെ ആഗ്രഹം എന്തായിരിക്കും? അയാളെ കാണണം. അതെന്നെ മരിക്കല് കഴിഞ്ഞു. അതെന്നെ മരിക്കൽ. മനസ്സിലായില്ല? നിനക്ക് ബോധ്യപ്പെടാണ് എന്ത്? എനിക്കിതെല്ലാം തന്ന ഒരാൾ, ആ ആളെ നിനക്ക് പിന്നെ കാണാൻ അതിരറ്റ കൊതിയായിരിക്കും. നീ ഹോസ്റ്റലിൽ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓഫീസിലെ സെക്രട്ടറിയുടെ ഫോൺ വന്നു. സ്ഥിരമായി നിങ്ങൾക്ക് പൈസ തരുന്ന അയാൾ ഓഫീസിലെത്തിയിട്ടുണ്ട്. ആ സമയത്ത് നിൻ്റെ ഓട്ടം എങ്ങനെയായിരിക്കും? കാരണം നിൻ്റെ ജീവിതത്തിൻ്റെ ഉത്കടമായ ആഗ്രഹം അയാളെ കാണലാണ്. മരണം. നമ്മളൊക്കെ സെൽഫിഷുകളാണ്. അതുകൊണ്ട് നമ്മൾക്ക് നമ്മളെ കാണാൻ കഴിയുള്ളൂ. സെൽഫിഷുകൾ അവനെ കാണുള്ളൂ. നമ്മൾ കാണുന്ന ഭൂരിഭാഗം ജനങ്ങളും സെൽഫിഷുകളാണ്. ജീൻ വാൽജിൻ എന്നൊരു കഥയുണ്ട്, റഷ്യൻ കഥയാണ്. വായിച്ചിട്ടുണ്ടോ? ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് വായിച്ചു. ഇതിൽ ജീൻ വാൽജിൻ ഒരു കൊള്ളക്കാരനായ കള്ളനാണ്, ഒരു നാടൻ കള്ളൻ. അങ്ങനെ അയാളെ പോലീസ് വിളിച്ച് പിടിക്കും. അപ്പോൾ അയാൾ ഒരു നല്ല മനസ്സുള്ള ഒരു ഫാദർ, ഒരു പള്ളിയിലച്ഛൻ അയാളെ പോയി രക്ഷപ്പെടുത്തി അയാളെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കള്ളനെ വീട്ടിലേക്ക് കൊണ്ടുപോകും. നല്ല വിരിപ്പും വന്നപ്പുതപ്പും ഒക്കെ കൊടുത്ത് എല്ലാം ഉറക്കും. വെളുപ്പം കാലത്ത് പിന്നെ അയാൾ എണീക്കുമ്പോൾ പരിസരത്തൊക്കെ നല്ല വിലപിടിപ്പുള്ള സാധനങ്ങൾ പലതും ആ മുറിയിലുണ്ട്. അപ്പോൾ അയാൾ വേഗം ആ വിലപിടിപ്പുള്ള പല സാധനങ്ങളും എടുത്ത് പെട്ടെന്ന് ഓടിക്കളയും. ആ വെളുപ്പം കാലത്ത് നൈറ്റ് പട്രോളിങ്ങിന് വന്ന പോലീസ് വീണ്ടും ഇയാളെ പിടിക്കും. അപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ ഇന്നലെ ആരാണോ രക്ഷപ്പെടുത്തിയത് അയാൾ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചാണ് വരുന്നത് എന്ന് പോലീസിന് മനസ്സിലാവും. അങ്ങനെ പോലീസ് ആളെയക്കും ഇയാളുടെ അടുത്തേക്ക്. അങ്ങനെ അയാൾ വരും. ഈ ഫാദർ വരുമ്പോൾ മുറിയിലുള്ള ബാക്കിയുള്ള സാധനം കൊണ്ടാണ് വരുന്നത്. എന്നിട്ട് ഫാദർ പറയാണ് ഇയാളോട്, അതാണ് ആ കഥയുടെ മർമ്മം, മോനെ നീ എന്തുകൊണ്ടാണ് അത് മുഴുവൻ എടുക്കാതെ പോകുന്നത്? അവിടെ വെള്ളിക്കരണ്ടിയും മറ്റുമൊക്കെ ഞാൻ നിനക്ക് വേണ്ടി വെച്ചിരുന്നല്ലോ. മനസ്സിലാവണില്ല പറഞ്ഞത്? ഭയങ്കര, ഞാൻ എൻ്റെ ജീവിതത്തിൽ വായിച്ച കഥകളിൽ ഏറ്റവും നല്ല കഥയാണ്. മറക്കാൻ കഴിയാത്തൊരു കഥയാണത്. എനിക്കത് മറക്കാൻ കഴിയില്ല. എൻ്റെ കുട്ടിക്കാലത്താണ്. റഷ്യൻ കഥയാണ്. ഭയങ്കരമാണ് കഥ. അതായത് ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവർ തമ്മിലുള്ള വ്യത്യാസം, ഈ കള്ളൻ സെൽഫിഷാണ്. മറ്റേ ആൾ അയാളെ കാണുന്നില്ല, അപരനെയാണ് കാണുന്നത്. അപ്പം അയാൾക്ക് കൊടുത്തിട്ട് അതിരാവിലെ നീ എന്താ എന്നോട് പറയാതെ പോകുന്നത് മോനെ? ഞാൻ എന്തൊക്കെ സാധനമാണ് ആ റൂമിൽ നിനക്ക് വേണ്ടി വെച്ചിരുന്നത്? എന്നാലും പോലീസിനോട് പറയാണ്, ഞാൻ അവന് കൊടുത്ത സാധനങ്ങളല്ലേ, ഏതായാലും നിങ്ങൾ അവനെ കണ്ടുപിടിച്ചത് നന്നായി. ഞാൻ നേരെ വെളുത്തെണീറ്റപ്പോൾ അവനെ കിട്ടാനുള്ള ഓട്ടത്തിലായിരുന്നു. മനസ്സിലായില്ല? ഞാൻ അവനെ കിട്ടാനുള്ള ഓട്ടം, ഇനി എന്നെ വിടുന്ന അവനെ കിട്ടും വിഷമത്തിലായിരുന്നു ഞാൻ. കാരണം ഞാൻ കൊടുത്തതിൻ്റെ പകുതി ഭാഗവും അവിടെ ഉപേക്ഷിച്ചാൽ പോകുന്നത്. കാരണം അവന് തന്നെ കൊടുക്കണം. ഇവിടെ നമ്മൾക്ക് റബ്ബിനെ കാണാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്? എന്താ നിരീശ്വരവാദിയുടെ അടിസ്ഥാനം? സെൽഫിഷാണ്. അവൻ അള്ളാനെ കാണാൻ കഴിയൂല. സെൽഫിഷിന് ഒരിക്കലും അള്ളാനെ കാണാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല.
ഇനിയിപ്പോൾ അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ നിങ്ങൾ താടിയും വച്ച് നിസ്കരിച്ചൊക്കെ നടക്കുകയാണല്ലോ, നിങ്ങൾ സെൽഫിഷല്ലേ? എന്തുകൊണ്ട്? നിങ്ങൾക്ക് നിങ്ങളെ സ്വർഗ്ഗമല്ലേ ലക്ഷ്യം? അവിടെ നിങ്ങൾ സെൽഫിഷല്ലേ? ഒരാൾ നിങ്ങളോട് സംസാരിച്ച കൂട്ടത്തിൽ അപ്പോൾ എത്രയോ മുസ്ലിയാക്കന്മാർ പറഞ്ഞു മരിച്ചുപോയ സ്വർഗ്ഗമുണ്ട്, സ്വർഗ്ഗമുണ്ട്, സ്വർഗ്ഗമുണ്ട്. ഇനി അതിനേക്കാൾ ബലിഷ്ഠമായ തെളിവുകൾ കൊണ്ട് വേറെ ആളുകളോട് സ്വർഗ്ഗമില്ല, ഇതൊക്കെ വെറുതെ പറയാണ് എന്ന് പറഞ്ഞ് അത് നിങ്ങളെ സ്വാധീനിച്ചാൽ ആ നിമിഷം മുതൽ ഈ കർമ്മങ്ങളെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കും. എന്തുകൊണ്ട്? നിങ്ങൾ സെൽഫിഷാണ്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അതേസമയത്ത് ഈ ആൾ ഉപേക്ഷിക്കൂല. എന്തുകൊണ്ട്? ഇയാൾ സെൽഫിഷേ അല്ല. ഇയാൾ ആരെയാണ് കാണുന്നത്? അള്ളാഹുവിനെയാണ്, അള്ളാഹുവിൻ്റെ തിരുത്തൂതരെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലുണ്ടോ? അവിടേക്കൊരു മനുഷ്യൻ്റെ കണ്ണെത്തി പോയി. അപ്പോൾ അറ്റമില്ലാത്ത ലോകത്താണ് അയാൾ പറന്ന് നടക്കണത്. അയാൾക്ക് സന്തോഷമില്ലാതെ എന്തുണ്ടാവുക? അറ്റമില്ലാത്തൊരു ലോകത്ത് പറക്കുന്ന ഒരാൾക്ക് സന്തോഷമില്ലാത്ത എന്താണ്? നല്ലോണം ചിന്തിക്കണം. ഇത് ചിന്തിക്കണം, ചിന്തിക്കന്നെ വേണം. നമ്മൾ ചിന്തിക്കുന്നുമില്ല, നമുക്കൊന്നും അറിയുമില്ല. ഒരു കാലത്ത് മനുഷ്യനെ ഏകാന്തതയിൽ ചിന്തിക്കലായിരിക്കും നല്ലത്. എന്തുകൊണ്ട്? മനുഷ്യ ചിന്തിക്കാത്തൊരു സമൂഹത്തിന് നടുവിലാണെന്ന് നമ്മൾ ജീവിക്കുന്നത്. നല്ലപോലെ ചിന്തിക്കും. ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ മനുഷ്യന്? ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ. അതായത് ഇപ്പം സിനിമാക്കാരൻ്റെ എൻ്റർടൈൻമെൻറ്റ്, സിനിമ കാണുന്ന ഒരാൾക്ക് എൻ്റർടൈൻമെൻറ്റ് വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് അയാളൊരു കൂട്ടുണ്ടാവും, അവരോട് കൂടി സൊറ പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയാൽ അതൊരു എൻ്റർടൈൻമെൻറ്റാണ് വൈകുന്നേരം. നിങ്ങൾക്ക് മനസ്സിലായില്ല? അതായത് ഒരു മനുഷ്യനെ ജീവിക്കാൻ വീണ്ടും വീണ്ടും പ്രേരിപ്പിക്കുന്നൊരു ഘടകം എൻ്റർടൈൻമെൻറ്റാണ്. അതായത് ഒരു സമയത്ത് ഒരു സന്തോഷിച്ച് അങ്ങനെ ഇരിക്കുക. ഞാൻ ചില മസ്രഹകൾ കണ്ടിട്ടുണ്ട്, നാടകവേദികൾ. അതിനെ വളരെ ചിന്തിപ്പിച്ച സംഗതികളാണ്. അതായത് സിറിയക്കാർ പഴയ സിറിയ, ഇപ്പോഴത്തെ സിറിയ അല്ല, പഴയ സിറിയയിൽ ഗലികൾ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മനുഷ്യൻ സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു പ്രദേശം ഒന്ന് കെയ്റോ പട്ടണവും ഒന്ന് ഡമാസ്കസുകളും ഹലബികളും ഒക്കെ ആയിരിക്കും എന്നാണ്. അതായത് അവിടെയെല്ലാം അവർ കൊണ്ടുവന്നതാണ് ഷീഷ. ഷീഷ മനസ്സിലായോ? ഷീഷ എന്താ? ഷീഷ ശീശം വലിച്ച അങ്ങനെ ഒരു 8-10 ആളുണ്ടോ. ഇവരിൽ ചില ആളുകൾ രാഷ്ട്രീയക്കാരായിരിക്കും. അവർ രാഷ്ട്രീയം തന്നെ പറയാം. അവരുടെ വൈകുന്നേരത്തെ രസങ്ങൾ എന്താണ്? ഇവരൊക്കെ ജോലിയുള്ളവരായിരിക്കും, ചിലപ്പോൾ നാടൻ പണിയായിരിക്കും, ചിലപ്പോൾ ഉദ്യോഗസ്ഥനായിരിക്കും, അങ്ങനെ ചില കച്ചവടക്കാരായിരിക്കും. വൈകുന്നേരം ഇവരൊരു സ്ഥലത്ത് ഒത്തുകൂടും. ഇങ്ങനത്തെ വൃത്തങ്ങൾ, മാറ്റമില്ലാത്ത വൃത്തങ്ങൾ ഡമാസ്കസ് പട്ടണത്തിലുണ്ടായിരുന്നു. കൈറോയിൽ ഇപ്പോഴും ഉണ്ട്. കൈറോയിൽ ഞാനത് കാണാറുണ്ട്. ഞാൻ കണ്ട ഏറ്റവും മനോഹരമായ മനുഷ്യരുടെ കൂടിച്ചേരലുകളിൽ ഏറ്റവും ഭംഗിയുള്ള നാട് കൈറോ ആണ്. കൈറോയെ പോലെ അറബ് ലോകത്ത് കലയും സാഹിത്യവും ഉള്ള ഒരു നാട് വേറെയില്ല. കൈറോ നല്ലതിനും മോശത്തിനും പറ്റിയ നാടാണ്. നെയിൽ നദിയുടെ കര, സിവിലൈസേഷൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കേന്ദ്രം എന്ന് വേണമെങ്കിൽ കൈറോയെ പറയാം. അപ്പോൾ ഈ എൻ്റർടൈൻമെൻറ്റിനെ കുറിച്ച് ഞാൻ നമ്മളോട് പറയാം. അപ്പോൾ അത് പറയാൻ കാരണം എടുത്തൊന്നും നല്ല വിഷയം കുറച്ചപ്പുറത്താണ് കിടക്കുന്നത്. അതായത് ചിലർക്ക് രാഷ്ട്രീയമാണ് വിഷയം. അപ്പോൾ അവർ രാഷ്ട്രീയക്കാരൊരു ഒത്തുകൂടൽ നടത്തും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവർ വലിയ രാഷ്ട്രീയ നേതാക്കളൊന്നും അല്ല. ചില ആളുകൾക്കുണ്ട് UDF LDF പറഞ്ഞ് തർക്കിക്കുന്നൊരു രസം. അവരിങ്ങനെ കൂടും. ചില ആളുകൾ സിനിമാക്കാരായിരിക്കും, അതിൻ്റെ ആളുകൾ വേറെ ശീശയും വിളിച്ച് അപ്പുറത്തിരിക്കുന്നുണ്ടാവും. മനസ്സിലുണ്ട് പറയാം. ചില ആളുകൾ സാഹിത്യകാരന്മാരായിരിക്കും, അവർ എഴുതിയ സാഹിത്യമോ ആ ആഴ്ച വന്ന സാഹിത്യമോ അന്ന് വന്ന സാഹിത്യത്തെക്കുറിച്ചുള്ള ചർച്ചയായിരിക്കും. വേറെ ചില ആളുകൾ കച്ചവടക്കാരായിരിക്കും. ഇങ്ങനെ വിവിധങ്ങളായ കൂട്ടങ്ങൾ ഏത് കാലത്തും മനുഷ്യ സമൂഹത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്.
ഒരളവോളം ഇന്നുണ്ട്. ഉദാഹരണം പറയാം. അപ്പോൾ നമ്മൾ എന്താ പറയുക, അർജൻറ്റീനയെ പ്രേമിക്കുന്ന ആളുകൾ അവർക്കിടയിലൊരു കൂട്ടുണ്ടല്ലോ. വൈകുന്നേരമായ അവരൊരു കൂട്ടം കൂടും, ഈ പന്തൽക്കാലത്ത് പ്രത്യേകിച്ചും അല്ലേ. ബ്രസീലിൻ്റെ ആളുകൾ ഒരു വേറെ ജേഴ്സിയൊക്കെ ഇട്ട് അവരൊരു കൂട്ടം കൂടും. അവർ വേറെ ആളുകളാണ്. ഒരാൾ ചായ പറയും, മറ്റേ ചായയും കടിയും കുടിക്കും, തമാശ പറയും. അതിൻ്റെ തലേ ദിവസം അവരെ കളിക്കാരൊക്കെ കളിച്ച കാര്യങ്ങൾ, അതിൻ്റെ വൽപ്പത്തരങ്ങൾ പറയും. അങ്ങനെ ഇനി എവിടെ പ്ലസ് വെക്കണമെന്ന് പറയും, ചർച്ച ചെയ്യും. അത് അവരുടെ ഒരു കൂട്ടാണ്. മനസ്സിലാണ് പറഞ്ഞത്. ഇവർക്കൊക്കെ ഇതാണ് അവരുടെ എൻ്റർടൈൻമെൻറ്റ്, അവരുടെ മനസ്സാണ്. അവരുടെ മനസ്സ്, ജോലി അവരുടെ എൻ്റർടൈൻമെൻ്റ് അല്ല, പക്ഷെ ഇത് അവരുടെ മനസ്സിൻ്റെ ആഗ്രഹമാണ്. ഇങ്ങനെയാണ് സൂഫികൾക്ക് ഖാൻഗാഹുകൾ ഉണ്ടായിരുന്നത്. വൈകുന്നേരം ഖാൻഗാഹിലെത്തും സൂഫികൾ. എന്നിട്ട് അവർ അള്ളാഹുവിനെ റസൂലിനെ പറ്റി പറയും. തിരിഞ്ഞില്ല. അവർ ചർച്ച ചെയ്യും അള്ളാഹിൻ്റെ കാര്യങ്ങൾ. അവർ ഇതിലൊന്നല്ല. അവർക്ക് വേറൊരു നാടകമാണ്. ആരുടെ നാടകം? അള്ളാഹിൻ്റെ നാടകം. അവരുടെ സിനിമയിലെ ഹീറോയും ഹീറോയിനും ഒക്കെ ആരാണ്? പടച്ചോനും അള്ളാഹു റസൂലും. അപ്പം അതിനെ ചർച്ച ചെയ്യുന്ന ആളുകൾ ഒരു കാലത്ത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മനസ്സിലായിട്ട്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ഇതാണ് ദിക്ർ മജ്‌ലിസുകളായി രൂപാന്തരപ്പെടുകയോ അധപ്പതിക്കുകയോ ചെയ്തത്. തിരിഞ്ഞിട്ടില്ല. ഇതിൻ്റെ അവസാനം അവർ അള്ളാഹുവിനെ പറ്റി പറഞ്ഞ് പിരിയും. പിൽക്കാലഘട്ടത്തിൽ പറച്ചിൽ മാത്രമായി. കാരണം ഇവരൊക്കെ സെൽഫിഷുകളാണ്. ഇപ്പം നമ്മളൊരു ദിക്റിൻ്റെ മജ്‌ലിസിൽ ഇന്ന് എത്തിച്ചേർന്നാൽ എത്രയും പെട്ടെന്ന് ദിക്ർ ചൊല്ലി പിരിയുക എന്നുള്ളതാണ് അവിടെ ഇന്ന് നടക്കുന്നത്. പണ്ട് അങ്ങനെയല്ല. പണ്ട് അവസാനമാണ് ദിക്ർ. അതുവരെ അവർ അള്ളാഹുവിനെ പറ്റി റസൂലിനെ പറ്റി പറയും. ഇതാണ് അസരി സൂഫികൾ. ആ സൂഫികൾക്ക് ഉള്ള എൻ്റർടൈൻമെൻറ്റ് ക്ലബ്ബുകളാണ് അടിസ്ഥാനപരമായി ഖാൻഗാഹുകൾ. ഖാൻഗാഹ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ഖാൻഗാഹ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ എന്ത്? ദിക്ർ ചെല്ലാൻ വേണ്ടിയൊക്കെ ഇരിക്കുന്നവർ. പക്ഷെ അവർ അടിസ്ഥാനപരമായി അവരിരുന്നത് എന്തിനല്ല? ദിക്റിനല്ല, അള്ളാഹുവിനെ പറ്റി സംസാരിക്കാനാണ്. സംസാരം സ്വാഭാവികമായി വരും. ഈ സ്വാഭാവികമായി വരുന്നതാണ്. അതിൻ്റെ ആളെ കിട്ടിയാലേ അത് പുറത്തു വരും. പറഞ്ഞ മനസ്സിലായി. ഇപ്പം നിൻ്റെ ഉള്ളിൽ വൈകാരികമായ അഭിനിവേശം എപ്പോഴും ഉണ്ടാവും. പക്ഷേ അത് നിൻ്റെ ഇണയെ കിട്ടുമ്പോഴേ ആ സംസാരിക്കുള്ളൂ. അതുവരെ ആ സംസാരം ഹൃദയത്തിൽ നടക്കും. അപ്പോൾ അതിൻ്റെ ആ സൂചി ആ ആളെ തേടിക്കൊണ്ടേയിരിക്കും. ഉള്ളിൽ നിനക്ക് മനസ്സിലായില്ല, വൈകാരിക അഭിനിവേശം ഉണ്ടെങ്കിൽ അത് തേടിക്കൊണ്ടിരിക്കും. അപ്പോൾ രാവിലെ 8 മണിക്ക് പണിക്കിറങ്ങിയാലും സൂചി ആ ഭാഗത്തേക്കായിരിക്കും. 5 മണിക്ക് നിൻ്റെ ഇണയെ കാണുക. 9 മണി, 10 മണി, 11 മണി, 12 മണി, 1 മണി, 2 മണി, 3 മണി, 4 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ ഈ സൂചി അതിശക്തമായി നിലകൊള്ളും. കാരണം 5 മണിക്ക് അവളെ കാണാം. ആ പുനഃസമാഗമനത്തിന് ഭയങ്കര വില ഉണ്ടാവും. എന്തുകൊണ്ട്? ഇതുവരെ മനസ്സിൽ നടന്നത് ഇനി പുറത്തു വരികയാണ്. ഇതാണ് ദിക്ർ. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. ഇന്ന് ദിക്റുകൾ മയ്യത്തുകൾ മാത്രമാണ്. ഇന്നത്തെ ദിക്റൊക്കെ മയ്യത്ത്. ദിക്റൊന്നും എന്തില്ല, ജീവനില്ല. നിങ്ങളിൻ്റെ കൂടെ വരുമെന്ന് എനിക്കറിയൂല. ഇതൊക്കെ എത്രത്തോളം പറയാമെന്നും എനിക്കറിയൂല. പക്ഷേ മനുഷ്യനൊക്കെ എന്താ പറയുക, മനസ്സിലായി. മനുഷ്യന്മാർക്ക് പറഞ്ഞൊന്നും മനസ്സിലാവാത്തൊരു കാലം അത്. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുഇലൽ ലിസാനു അലൽ ഫുആദി ദലീല. യഥാർത്ഥത്തിൽ സംസാരം നടക്കുന്നത് ഹൃദയങ്ങളിലാണ്. ഹൃദയങ്ങളിലെ സംസാരം സാധാ നടന്നുകൊണ്ടിരിക്കും.
നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾക്ക് ഇന്ന് കോഴിക്കോട് ഒരു സിനിമാ ഹാളിൽ നോൺ ഷോക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ടെന്ന് സങ്കല്പിക്കും. 12 മണിക്കോ മറ്റോ ഒക്കെ തുടങ്ങുന്ന നോൺ ഷോകളുണ്ടായിരുന്നു. നോൺ ഷോക്ക് പോകണമെന്ന് ഈ കൂട്ടത്തിലുള്ള ഒരാൾക്കുണ്ടെന്ന് സങ്കല്പിക്കും. ഞാൻ ചോദിക്കുന്നു, അയാൾ മറുപടി പറയുന്നു, അതൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടാവും. പക്ഷെ അയാൾ സംസാരിക്കുന്നത് അയാളുടെ മനസ്സിനോട് നോൺ ഷോ ആയിരിക്കും. ഇതിപ്പോൾ അങ്ങനെ നീണ്ടാൽ നമ്മൾ 10 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ടാലല്ലേ 11:30 തിയേറ്ററിലൂടെത്തുള്ളൂ, 11:45 ടിക്കറ്റ് ക്ലോസ് ചെയ്യൂലേ, ഞാൻ നോൺ ഷോ എടുക്കാൻ അങ്ങനെ കയറുക. ഇത് ഇയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും ഇയാളത് പറയുന്നില്ല. എന്നാൽ ഒരിക്കലും ഇയാളത് പറയാതിരിക്കണമില്ല. ഇയാളത് പറയും. അയാളായി സ്പീഡിൽ താഴത്തേക്ക് ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് ഓടി ഒരു ബസ് കണ്ടു, ആ ബസ്സിൽ കയറി, പിന്നെ മാവൂരെത്തി, മാവൂരിറങ്ങി അടുത്ത ബസ്സിൽ കയറി ധൃതിയിൽ പോയി. അപ്പോൾ പിന്നെ അയാൾ സീറ്റിലിരിക്കുമ്പോൾ അയാളെ തൊട്ടടുത്ത് എന്തിനപ്പം ഇത്ര വലിയ ധൃതി? അപ്പം അയാൾക്ക് ആവറേജ് അയാൾ മനസ്സ് പറയും, എന്ത് എനിക്ക് പറ്റിയാളാണ്, ഞാൻ നോ ഷോക്ക് പോവുകയാണ്. അപ്പോഴാണ് പിന്നെ വർത്തമാനം വരിക. അതുവരെ സംസാരം എവിടെയാണ്? ഹൃദയത്തിലാണ്. ദിക്റുകൾ എന്ന് പറയുന്നത് ജീവനുള്ള ജഡത്തിൻ്റെ, ജീവനില്ലാത്ത ജഡത്തിന് ജീവൻ വെക്കലാണ്. അതാ ദിക്ർ. മനസ്സിലായില്ലേ പറഞ്ഞത്? അത് ജീവൻ വെക്കും, അള്ളാഹുവിനെ പറ്റി പറയും. പക്ഷെ ഇന്ന് ദിക്റുകൾ തന്നെ ജഡങ്ങളാണ്. എന്തുകൊണ്ട്? ഹൃദയത്തിൽ സംസാരം ഇല്ല. ഹൃദയത്തിൽ സംസാരം ഇല്ലാത്തത് എന്തുകൊണ്ട്? അത് അഭിനിവേശമല്ലാത്തതുകൊണ്ടാണ്. ഒരു അഭിനിവേശമാണെങ്കിൽ അത് ആ സംസാര ഹൃദയത്തിൽ നടക്കും. നീ ഒരു 1/2-3 മണിക്കൂർ നേരാണ് അല്ലാ 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 എന്ന് പറയുന്നതെങ്കിൽ അതിന് ജീവൻ ഉണ്ടാകണമെങ്കിൽ, മനസ്സിലാവേണ്ട പറഞ്ഞത്, ജീവൻ ഉണ്ടാകണമെങ്കിൽ, ജീവൻ ഉണ്ടാകണമെങ്കിൽ അതിന് മുമ്പുള്ള സമയത്ത് അത് നിന്റെ ഹൃദയത്തിൽ അഭിനിവേശമായി ഉണ്ടാകണം. 5 ആൾ കൂടിയിട്ട് തമിഴ്നാട്ടിലേക്ക് ടൂറ് പോയ കാര്യം ഒരിക്കൽ എന്നോടൊരാൾ സംസാരം മധ്യേ പറഞ്ഞു. അങ്ങനെ ടൂർ പോയി 4 ആൾ പെണ്ണ് കെട്ടിയവനും 1 ആൾ പെണ്ണ് കെട്ടാത്തവനുമാണ്. അങ്ങനെ ഇവരിൽ 5 ആളുകളും കൂടെ നാട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഓൻ സാധനങ്ങളും മുണ്ടും തോർത്തും ഒക്കെ എടുത്തിട്ട് ഇവൻ അടിച്ചിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങാണ്. കഴിഞ്ഞും ചെയ്ത് എന്ന് പറഞ്ഞു. മറ്റേ 4 ആൾക്കും ഭയങ്കര താല്പര്യത്തിലാണ്. നിങ്ങളെൻ്റെ കൂടെ ഇല്ല. അതായത് 5 ആൾ ടൂർ പോയി, 4 ആൾക്ക് ഭാര്യമാരുണ്ട്, 1 ആൾക്ക് കല്യാണമില്ല, ഒന്നുമില്ല. മനസ്സിലായി? അപ്പം അവൻ്റെ എൻ്റർടൈൻമെൻറ്റ് സത്യത്തിൽ എന്താണ്? ഈ ടൂറാണ്. മറ്റേ 5 ആൾ നാട്ടിലിറങ്ങി ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 4 ആൾക്ക് ഭയങ്കര താല്പര്യം എവിടെ പോകാൻ, വീട്ടിൽ പോകാൻ. അതിൽ ഒരുത്തൻ കഴിഞ്ഞും ചെയ്ത് ഇനിയിപ്പോൾ എന്താണ് എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇവിടെ നിങ്ങൾ ചിന്തിക്കുക, അവനവൻ്റെ അഭിനിവേശത്തിലേക്ക് അവൻ ഓടും. അതാണ് അവൻ്റെ മനസ്സിൻ്റെ ജീവൻ. ഇന്നിപ്പം നിന്നെപ്പോലത്തെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലം എന്താ? ഈ അള്ളാഹുവിനെ ചിന്തിക്കുന്ന ആളാണെങ്കിൽ നിനക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലം ഏതാ? ഒരു സ്ഥലം കിട്ടാനില്ല. ഈ അള്ളാഹിൻ്റെ ആളാണെങ്കിൽ നിനക്കിപ്പോൾ ഒരു സ്ഥലമില്ല. ഈ സംഘടനൻ്റെ ആളാണെങ്കിൽ എനിക്ക് സ്ഥലമുണ്ട്. പള്ളിൻ്റെ ആളാണെങ്കിലും എനിക്ക് സ്ഥലമുണ്ട്. മദ്രസൻ്റെ ആളാണെങ്കിൽ സ്ഥലമുണ്ട്. വയലിൻ്റെ ആളാണെങ്കിൽ സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ സ്ഥലമുള്ള പരിപാടികൾ പറയാം. അർജൻറ്റീനക്കാർക്ക് ഇവിടെ സ്ഥലമുണ്ട്, ബ്രസീലുകാർക്ക് സ്ഥലമുണ്ട്, സ്പെയിനുകാർക്ക് ഇതുവരെ ഇല്ല, ഇന്നും മിഞ്ഞാന്ന് മുതൽ ഒരുക്കുമായി സ്ഥലമായി, ഇവർക്കൊക്കെ സ്ഥലമുണ്ട്. പള്ളിക്കാർക്ക് സ്ഥലമുണ്ട്, മദ്രസക്കാർക്ക് സ്ഥലമുണ്ട്, മൗലിദ് യോഗക്കാർക്ക് സ്ഥലമുണ്ട്, മൗലിദർക്ക് സ്ഥലമുണ്ട്, ദിക്റുകാർക്ക് സ്ഥലമുണ്ട്, നേർച്ചക്കാർക്ക് സ്ഥലമുണ്ട്, രാഷ്ട്രീയക്കാർ UDF LDF ലീഗ് കോൺഗ്രസ് ഇവർക്കൊക്കെ സ്ഥലമുണ്ട്. ആർക്കില്ല? അള്ളാഹ്
അള്ളാൻ്റെ ആൾക്കില്ല. ഇവൻ ദിക്റുകാരനല്ല, ഇവൻ അള്ളാൻ്റെ ആളാണ്. മനസ്സിലായില്ല? ദിക്റും അള്ളയും തമ്മിൽ വലിയ വ്യത്യാസം. ഇന്ന് അള്ളാഹു ഇല്ലാത്ത ദിക്റാണ്. മരിച്ച മയ്യത്താണ് ദിക്റൊക്കെ. എനിക്കിതൊന്നും മനസ്സിലാവണേ ഇല്ല. ഞാൻ കുറേ കാലമായി ആലോചിച്ച് നടക്കാണ്, എന്താണോ ഈ ദിക്ർ, എനിക്കത് മനസ്സിലാവണേ ഇല്ല. ദിക്ർ എന്നാൽ അള്ളാഹുവിനെ ചിന്തിക്കുന്നതിൻ്റെ അവസാന ഉൽപ്പന്നം. ഏതുപോലെ മാവൂർ നിന്ന് പുതിയ ബസ് കയറി കോഴിക്കോട്ടേക്ക് പോകുന്ന ധൃതിയിൽ കാണുമ്പോൾ അടുത്തിരിക്കുന്ന ആൾക്ക് ഓന് മനസ്സിലായി, ഒരു അതിൻ്റെ ആൾ മനസ്സിലാവുമല്ലോ. എന്തെടോ എന്നാ പറഞ്ഞാൽ നോൺ ഷോക്ക് പോയാണ്, എന്നായിരിക്കും ഞാനിപ്പോൾ കൊടുക്കുന്നല്ലേ. പിന്നെ അവർക്ക് അന്ന് ആ നോൺ ഷോക്ക് ഒന്നിച്ചായിരിക്കും ടിക്കറ്റ് എടുക്കുക. കഴിഞ്ഞ് രണ്ടും നോൺ ഷോക്ക് കഴിഞ്ഞ് ഇറങ്ങി വന്ന് പിരിയുമ്പോൾ ഒരു വിഷമം തോന്നും. കാരണം ഓൻ പറ്റൊരാളെ കിട്ടി. ഇനി ഫോൺ നമ്പർ വാങ്ങി മനസ്സിലായില്ല, ഇതൊക്കെ പിരിയാൻ തോന്നുന്നില്ല. കാരണം ഇവൻ്റെ ആളും അവൻ ഇവൻ്റെ ആളുമാണ്. രണ്ടാളുടെയും മനസ്സിലുള്ള അഭിനിവേശം ഒന്ന്. ഇങ്ങനത്തെ സൂഫികളുണ്ടായിരുന്നു. സൂഫികൾ ദിക്റിൻ്റെ ആളുകളല്ല, എന്ന ദിക്റിൻ്റെ ആളുകളാണ്. ദിക്ർ അവരുടെ അവസാനത്തെ പ്രത്യക്ഷമാണ്. ഒരു പഞ്ചാര വർത്താനം പറഞ്ഞപ്പോഴത്തേന് പെണ്ണുങ്ങളെ കണ്ടിട്ട് ഓളയും കൊണ്ട് കൂടിയപ്പോഴാണ് പഞ്ചാര വർത്തമാനം പറയുന്നത്. ഈ പഞ്ചാര വർത്തമാനം ഇവൻ്റെ മനസ്സിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട്. പക്ഷേ പറയാൻ പറ്റില്ല. എൻ്റെ ഭാര്യയോട് ഇത് പറയുന്ന പഞ്ചാര വർത്തമാനം എന്നോട് പറയാൻ പറ്റും, ഓനോട് പറയാൻ പറ്റും, ഓനോട് പറയാൻ പറ്റും. പക്ഷേ നിന്നിൽ കലാമല്ല ഫിൽ ഫുആദ്, ആ സംസാരം നിൻ്റെ ഹൃദയത്തിൽ ജഡമായി കിടക്കുന്നുണ്ട്. ഓളെ കണ്ടപ്പോൾ അതിന് ജീവൻ വന്നു. മനസ്സിലാവേണ്ട കുട്ടികൾ, ഓളെ കാണാത്ത കാലത്തോളം ജീവനുണ്ടാവില്ല. ഇന്നിപ്പോൾ നമുക്ക് സംസാരങ്ങൾക്ക് അള്ളാനെ തേടുന്ന ഒരാൾക്ക് ജീവപ്പിക്കാൻ സൗകര്യത്തില്ല. ഒരു വൃദ്ധനായ മനുഷ്യൻ തൻ്റെ ഭാര്യയുടെ ഖബറിൻ്റെ മീസാങ്കല് ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ 20 കൊല്ലം മുമ്പ് കണ്ടതാണ്. അത് ഞാൻ മറക്കൂല. ഇയാൾ വൃദ്ധനാണ്, അവരും വൃദ്ധയായി മരിച്ചു. മനസ്സിലായില്ല? വൃദ്ധയായ ഭാര്യ മരിച്ചപ്പോൾ ആ വൃദ്ധൻ പിന്നെ പോയിട്ട് ഖബറിന് രാവിലെ വന്നിട്ട് അയാൾ ഇരുന്ന് ഖബറിൻ്റെ മീസാൻ ചുംബിക്കും. ഇതിൻ്റെ അടിസ്ഥാനം പ്രേമമാണ്. ഈ പ്രേമം മിനിഞ്ഞാന്ന് വരെ അയാൾ പ്രകടിപ്പിച്ചിരുന്നത് എണയോട. ഇന്നത് പ്രകടിപ്പിക്കാൻ അയാൾക്ക് മീസാങ്കല്ല പ്രത്യക്ഷത്തിലുള്ളത്. എന്നാലും അയാളുള്ളിൽ എന്തുണ്ട്? ജീവനുള്ള പ്രേമുണ്ട്. അതിൻ്റെ പ്രകടിത രൂപമാണ് ഈ മീസാങ്കൽ ചുംബിക്കൽ. ഖാൻഖാകളിലും ദിക്ർഖാനകളിലും ഒക്കെ നടക്കേണ്ടത് എന്താണ്? ഈ ചുംബിക്കൽ പോലെയുള്ള ഒരു മനസ്സിലായി പറഞ്ഞത് അതിൻ്റെ പ്രകടനമാണ്. അതിന് സദാസമയം നിൻ്റെ ഹൃദയത്തിൽ ആരുണ്ടാകണം? അള്ളാഹു ഉണ്ടാകണം. അള്ളാഹുവിൻ്റെ അഴകിനെ നിനക്ക് കാണാൻ കഴിയണം. അള്ളാഹിൻ്റെ അഴകിനെ നിനക്ക് കാണാൻ കഴിയില്ല. അള്ളാഹു എന്ന് നീ സെൽഫിഷാണ്. നിനക്ക് സ്വർഗം തരുന്ന ഒരാൾ മാത്രമാണ് ആര്? അള്ളാഹു. അപ്പം നിരീശ്വരവാദി നിന്നെ ചതിക്കും. നിരീശ്വരവാദി നമ്മളെ ചതിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ സെൽഫിഷ് ആയതുകൊണ്ട്. നമുക്ക് സ്വർഗ്ഗം വേണ്ടുള്ളൂ. അപ്പം നിരീശ്വരവാദിക്ക് നമുക്ക് സുഖത്തോടുകൂടെ ചതിക്കാം.